കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങി, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ 6 മണിക്കടുത്തായി. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. ചാർജും കുറവാണ്. എന്നാലും വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മൾ ഇന്ന് ഡേ 3 ആണ് നമ്മുടെ വ്ലോഗ് അല്ലെങ്കിൽ തെറപ്പി സെഷൻസിൻ്റെ. സോ ദിസ് ഈസ് ജസ്റ്റ് ഒരു റാൻഡം ഔട്ടിംഗ് എന്ന് പോലെ ഇറങ്ങിയതാണ്. ബട്ട് വി ഹാവ് എ ചേഞ്ച്. എൻ്റെ ഫേവററ്റ് തിങ് ഇൻ ദ വേൾഡ് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാധനം എടുക്കാൻ വേണ്ടി അങ്ങ് പോവുകയാണ്. നമ്മുടെ വ്ളോഗ് ഇപ്പോൾ ഒന്നല്ലെങ്കിൽ ഫുഡ് അടിക്കാൻ പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾക്ക് പോവുക. അതായി മാറിയല്ലേ ചെറുതായിട്ട്. ബട്ട് യാ, ഇറ്റ്സ് ഫൺ ടു ഡൂ ദാറ്റ്. സോ ഐ എം നോട്ട് കംപ്ലൈനിങ് പെർ സേ. ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടപ്പള്ളിയിലേക്കാണ്. എടപ്പള്ളി എൻ്റെ കൂട്ടുകാരൻ്റെ അനിയത്തി, എൻ്റെ മച്ചാത്തി തന്നെയാണ്. പുള്ളിക്കാരി വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ അടുത്ത് പോകുന്നത് ഒരു സാധനം നമ്മൾ പണ്ട് റിവ്യൂ ആയിട്ടുള്ളതാണ്. ഇപ്പം പണ്ടത്തെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർക്ക് അറിയാം. ഞാൻ ആ സാധനം ഇവിടെ മുകളിൽ പിൻ ചെയ്ത് വയ്ക്കുക. സോ ഒരു ലെൻസാണ്. ഈ ലെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റ് റേഞ്ചിൽ അല്ലെങ്കിൽ അഫോർഡബിൾ കാറ്റഗറിയിൽ ഈ ലെൻസിനെ വെല്ലാൻ, അയ്യോ എൻ്റെ ഫോക്കസ് മൊത്തം പോയേ, ഈ ലെൻസിനെ വെല്ലാൻ മറ്റാരും ഇതുവരെ അങ്ങനെ ജനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ലെൻസ് ഏതാണെന്ന് വെച്ചാൽ 50mm f1.8. അപ്പോൾ കുറേ പേർക്ക് ഇതെന്തോന്നും ലെൻസല്ലേ, വലിയ കാര്യമൊന്നുമില്ലാന്ന് തോന്നും. പക്ഷേ ഈ ലെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാ ലെൻസുകളും ഇപ്പോൾ 1.8 എന്നുള്ളൊരു ഫോക്കൽ ലെങ്ത്ത് കിട്ടാനുള്ള മിക്ക ലെൻസുകളും ഒരു 20,000-ന് മുകളിലോട്ടാണ് അതിൻ്റെ വില വരുന്നത്. ആൻഡ് അത് അഫോർഡബിളാണ് ലെൻസുകളിൽ. അയ്യോ ഇപ്പോൾ എൻ്റെ മൊത്തം പോയാൽ ലെൻസുകളിൽ അത് അഫോർഡബിളാണ് 20K എന്നുള്ള റേഞ്ച്. കാരണം അത്രയ്ക്ക് എക്സ്പെൻസീവാണ് ഈ ലെൻസ് എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫി തന്നെ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ഹോബികളിലൊന്നാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഒരു പ്രീമിയം ക്വാളിറ്റി വെച്ചാൽ ബിൽഡ് ക്വാളിറ്റി അല്ല, ബിൽഡ് ക്വാളിറ്റി നല്ല ശോകമാണ് അതിൻ്റെ. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇമേജ് ക്വാളിറ്റിയാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ ഈ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ വീഡിയോഗ്രാഫി എന്നുള്ള ഒരു ഫീൽഡിൽ ഈ സാധനം കൊണ്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഇമേജസ് എൻ്റെ അളിയ ഒന്നും പറയാനില്ല നമുക്ക്. എന്നുവെച്ചാൽ ഞാൻ ആ റിവ്യൂവിൽ കൂടുതൽ പറയുന്നുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ചെക്ക് ദാറ്റ്. നമ്മളിപ്പോൾ ട്രാഫിക്കിൻ്റെ ഇടയിൽ പെട്ടെടുക്കുവാണ്. ഒരു മിനിറ്റ്. ഓക്കെ. സോ ആ റിവ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും എന്താണ് ആ ലെൻസിൻ്റെ പ്രത്യേകത എന്ന്. ബട്ട് ബ്രീഫായിട്ട് പറയാം. നമ്മളിപ്പോൾ ഐഫോൺ മേടിക്കുമ്പോൾ നമ്മുടെ ഐഫോൺ നോർമലായിട്ടുള്ള ഒരു ക്യാമറയുണ്ട്, ഒരു ടെലിഫോട്ടോ ഉണ്ട്, മറ്റേ പ്രോ വേർഷൻസിലൊക്കെ. നമ്മൾ പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോൾ ഈ ടെലിഫോട്ടോ ലെൻസാണ് അവർ യൂസ് ചെയ്യുന്നത് മാക്സിമം ആ ഒരു ഇതിനു വേണ്ടി. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടെ ബ്ലറി ആവും, കുറച്ചും കൂടെ കംപ്രഷൻ വരും. ഈ കംപ്രഷൻ എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് ചെറുതാവും. ഈ ചെറുതാവുമ്പോൾ പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ചെറുതാവുന്ന സമയത്ത് നമ്മുടെ ഫേസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സാധനം പുറത്തോട്ട് വരും. ആ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു ഭംഗി, അതിന് നമ്മൾ ഫോക്കൽ ലെങ്ത്തും ആപ്പർച്ചറൊക്കെ വെച്ചാണ് കൺട്രോൾ ചെയ്യണത്. ഓക്കെ, അതൊക്കെ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണില്ല, ഇതൊരു വ്ളോഗാണ്. ബട്ട് ഈ രണ്ട് സാധനങ്ങൾ ഭയങ്കര വില കൊടുത്താണ് കിട്ടുക. ചിലർ ലക്ഷങ്ങൾ കൊടുത്ത്, ഇപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം രൂപ കൊടുത്ത് ഈ സാധനം ഒപ്പിക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ജസ്റ്റ് എൻ്റെ ലെൻസ് ഞാൻ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എൻ്റെ ബാഗിലൊരു ലെൻസ് ഇരിപ്പുണ്ട്, അത് 85 1.8 ആണ്. ഈ 85 1.8-ന് ഓൾമോസ്റ്റ് എനിക്ക് 40,000 രൂപയ്ക്ക് അടുത്തായി. ഒരു ചെറിയ ലെൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 85-നെക്കാട്ടൊരു 15-25 mm കുറവ്, അപ്പോൾ 50 mm കിട്ടി. ഈ 50mm 1.8-ന് വെറും 8,000 രൂപ ഉള്ളൂ. അപ്പോൾ 8,000 നോക്കുമ്പോഴത്തേക്കും ആൾക്കാർ 8,000 രൂപ വലിയ എമൗണ്ട് അല്ലേ ഏടാന്ന് ചോദിക്കും. ആണ്, വളരെ വലിയ എമൗണ്ടാണ്, ഞാൻ ഒരിക്കലും അല്ല എന്ന് പറയാനുള്ള. പക്ഷേ നമ്മൾ ക്യാമറ ഫീൽഡിൽ വരുമ്പോൾ, നമ്മൾ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഫീൽഡിൽ വരുമ്പോൾ 8,000 രൂപയ്ക്ക് നമുക്ക് ചില സമയത്ത് ഒരു കേബിൾ പോലും കിട്ടൂല. കാരണം അത്രയ്ക്ക് എക്സ്പെൻസീവ് ആണ് ഈ ഒരു ഹോബി. അങ്ങനത്തെ ഒരു ഫീൽഡിൽ, അങ്ങനെ എക്സ്പെൻസീവ് ആയൊരു ഫീൽഡിൽ അങ്ങനെ ഒരു അഫോർഡബിൾ റേറ്റിൽ ഒരു നല്ലൊരു ലെൻസ് കിട്ടുമ്പോൾ ആ ലെൻസിന് ഭയങ്കര പ്രസ്റ്റീജാണ്, ഭയങ്കര ഫെയിമാണ്. അതാണ് ഈ 50mm. ഇപ്പോൾ ചില ലെൻസുകൾ, ഇപ്പോൾ ഫോട്ടോഗ്രാഫി അറിയാവുന്ന ആൾക്കാർക്ക് 24-70, 70-200. ഈ 70-200 വെള്ള ഒരു പാറ്റേൺ ടാങ്ക് ഒഴിക്കുന്ന സാധനമില്ലേ,
ഈ സാധനങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഫെയിം അല്ലെങ്കിൽ നമുക്കൊരു ഇത് തോന്നില്ല, ഓ ഇവന് ഫോട്ടോഗ്രാഫി അറിയാം എന്നൊക്കെ പറഞ്ഞ് തോന്നൂലേ. അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇടയിൽ ഇതൊരു എന്താ മൈൽ സ്റ്റോൺ പോലെയാണ്, ഒരു എന്താ സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെയൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ഈ സാധനം. ആ സാധനത്തിന് അത്ര പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ സാധനം പറ്റുവാണെങ്കിൽ, ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെ മിക്കവരും എടുത്തിട്ടുണ്ടാവും ബൈ ദ വേ. ഇപ്പോൾ പീറ്റർ മെക്കിനൻ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഫോട്ടോഗ്രാഫേഴ്സ്, സൗരവ്, അങ്ങനത്തെ ആൾക്കാർ ഉൾപ്പെടെ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ നോർമൽ ഒരു ക്യാമറ കടയിൽ പോയി കഴിഞ്ഞാൽ, ക്യാമറ സ്കാനിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പോയ കടയിലോ പോയി കഴിഞ്ഞാൽ അവരാദ്യം സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ലെൻസും ഇതായിരിക്കും. പറ്റുവാണെങ്കിൽ മേടിച്ചോ. ഞാൻ ദേ ഇപ്പോൾ കോട്ടയത്ത് ഈ സാധനം അവൻ്റെ കാല് വിളിച്ച് വരുത്തിച്ചേക്കണേണ്. അപ്പോൾ ഈ സാധനം എടുക്കാൻ വേണ്ടി ഇന്ന് പോകുന്നത്. ബട്ട് ഇഫ് യു ആർ എ ഫോട്ടോഗ്രാഫർ, ഇഫ് യു ആർ എ ബിഗിനർ ഫോട്ടോഗ്രാഫർ, നിങ്ങളുടെ കയ്യിലൊരു ക്യാമറ ഉണ്ട് ആൻഡ് അതിൻ്റെ കൂടെ ഒരു കിറ്റ് ലെൻസ് ഉള്ളൂ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കിറ്റ് ലെൻസാണ്. ആ ഒരൊറ്റ ലെൻസ് മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിൽ ഡെഫിനറ്റ്ലി ബൈ എ 50mm. യു വിൽ നോട്ട് റിഗ്രറ്റ് ഇറ്റ്. ഈ കരിയറിൽ, എൻ്റെ ഫോട്ടോഗ്രാഫി കരിയറിൽ വെഡ്ഡിങ്സ് ഉൾപ്പെടെ എൻ്റെ ബെസ്റ്റ് ഇമേജസ് എടുത്തേക്കുന്ന ഒരു ലെൻസാണത്. സോ ഐ വിൽ ഓൾവേസ് സ്റ്റാൻഡ് ബിഹൈൻഡ് ഇറ്റ്. ഇപ്പോൾ ഞാൻ 50mm ഔട്ട്ഗ്രോ ആയി കുറച്ച്. ബട്ട് ഇപ്പോൾ 50mm എടുക്കാൻ വേറെ റീസൺ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം വേറെ വീഡിയോസിലൊക്കെ. ബട്ട് ഞാൻ APS-C, എൻ്റെ നോർമൽ APS-C ഒരു ക്യാമറ ഉണ്ടായി, ചെറിയ ബഡ്ജറ്റ് ക്യാമറ. ആ ബഡ്ജറ്റ് ക്യാമറയിൽ 50mm ഒരു പ്രത്യേക കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് കാരണം ഞാൻ എടുത്തതായിരുന്നു പണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ലെൻസായിരുന്നു. ആ ലെൻസ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അവൻ ദുബായിൽ ഷാർജയിൽ പോയി, അപ്പോൾ അപ്പോൾ ആ ലെൻസ് ഞാൻ തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിന് പകരമായിട്ട് എനിക്ക് ഇപ്പോൾ ഈ ലെൻസൊക്കെ മേടിച്ചത്. അപ്പോൾ 50mm അവന് ആവശ്യമില്ല, അവൻ ക്യാമറ വിൽക്കുവാണ് എന്ന് ആദർശ് പറഞ്ഞപ്പോൾ അവൻ ആ 50mm എനിക്ക് തരുവാണ് തൽക്കാലത്തേക്ക്. സോ ആദർശ് മുത്തേ, ഐ ലവ് യു ഡാ ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. അയ്യോ, നിനക്ക് താങ്ക് യു പറഞ്ഞപ്പോൾ നിന്റെ ക്യാമറ പോയാലോടാ, പ്രാക്കാട്ടാ സെൻറ്റൻസ് പഠിച്ച സ്കൂളാണ്. അപ്പോൾ ഈ സാധനം പോയി എടുക്കുക. ഈ സാധനം എടുത്തിട്ട് എന്ന് അറിയില്ല കാണിക്കാൻ പറ്റുമോ എന്ന്, ബട്ട് പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡിഫറൻസസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ 50mm അല്ലെങ്കിൽ 85mm ഒക്കെ ഡിഫറൻസ്. ബട്ട് ഞാനിപ്പോൾ ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽസിൽ നിന്ന് മാറി വ്ളോഗ്സിലേക്ക് ആയതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ലൈക്ക് ഹൗ യു വിൽ ലവ് ഇറ്റ് ഓർ നോട്ട്. ബട്ട് സ്റ്റിൽ കൊച്ചനെ ഒന്ന് പോയി കണ്ട് ലെൻസ് ആദ്യം ഒന്ന് ഒപ്പിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ബട്ട് ഓൾസോ ജസ്റ്റ് ലെറ്റ് മീ നോ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കോണ്ടൻ്റാണ് നിങ്ങൾക്ക് താല്പര്യമൊന്ന്. ഞാനിപ്പോൾ ഫുഡ് വ്ളോഗർ ആവുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ആ ലെവലോട്ടാണ് പോകുന്നതെങ്കിൽ എൻ്റെ കർത്താവ്, എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് തീയും പുക എല്ലാം വരും. ഓക്കെ, ഗ്യാപ്പിൽ കൂടെ പോവാം. അങ്ങനെ കടന്നു എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ അതിൻ്റെ പുറത്തോട്ട് എത്തി. ഇനിയിപ്പോൾ ആളെ തപ്പട്ട, ആളിനി എവിടെയാണോ എന്തോ ഐഡിയ ഇല്ല. ആ ഷോർട്ട് കട്ട് എവിടെയാണോ? നമ്മുടെ ലുലുവിലേക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അങ്ങനെ മിക്കവർക്ക് ഇപ്പം അറിയാം, പണ്ട് ആൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരു പള്ളിയുടെ ഗ്യാപ്പിൽ കൂടെ ഒക്കെ കയറി പോകുന്നൊരു വഴിയുണ്ടായി. നമുക്ക് ഡയറക്റ്റ് PVR പോകാനായിട്ട് ഭയങ്കര എളുപ്പമുള്ളൊരു വഴിയായിരുന്നു. ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരും ആ വഴി കൂടെ കയറുന്നത്. പക്ഷെ പണ്ടത് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോൾ ആ വഴിയിൽ അവിടെ നിൽക്കും എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. എന്നാലും ആളെവിടെ? അയ്യോ, ഞാൻ നടന്ന് ഇവിടെ എത്തിയ. അയ്യോ, വഴി മാറിപ്പോയി ഗുയ്സ്. അങ്ങോട്ടായിരുന്നു. ഞാൻ ഇത്രയും ദൂരം വരണ്ടായിരുന്നു, ആ ഭാഗത്തായിരുന്നു. പക്ഷേ എനിക്ക് വഴി മാറിപ്പോയി. നോക്കട്ടെ, ഇനി സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുമോ. കവാടത്തി ഗുയ്സ്. കവാടത്തിൻ്റെ അവിടെ ആള് വന്ന് നിൽപ്പുണ്ട്. ഓക്കെ, തിരിച്ചെത്തി. ആളെ കണ്ടു. ആളും സെയിം വ്ളോഗിൽ വരാൻ താല്പര്യമില്ല എന്നുള്ള ടൈപ്പ് ആളാണ്. സോ വി റെസ്പെക്ട് ദാറ്റ് വിഷ് കംപ്ലീറ്റ്ലി. നമ്മൾ കംപ്ലീറ്റ്ലി ആയിട്ട് മനസ്സിലാക്കുന്നു. സോ വി ആർ നോട്ട് ഇൻക്ലൂഡിങ് ഹർ. വി ജസ്റ്റ് ഹാഡ് സം കോൺവെർസേഷൻസ് ദർ. നമ്മൾ കുറേ നാളായി കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ആദർശനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആദർശേ, കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കഫെക്കാന എന്നൊരു ഉദ്ദേശം കൊണ്ട് മാത്രം അങ്ങ് ഇറങ്ങുന്നു. അടുത്ത ബ്ലോക്കിലേക്കാണ് പോകുന്നത്. ബട്ട് സ്റ്റിൽ വിൽ ട്രൈ.
വഴിയൊന്നുമില്ലല്ലോ. നമുക്ക് ലെൻസ് കിട്ടി. സോ ഇതാണ് ലെൻസ്. ലെൻസ് ഈസ് റിയലി ഗുഡ്. ഞാൻ കഫേക്കാനിൽ വെച്ച് എന്തെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. കഫേക്കാനൊക്കെ പോയിട്ട് ഞാൻ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ കഫേക്കാന ലൈക്ക് ഞാൻ ആകെ കണ്ടേക്കുന്നത് നമ്മുടെ കോൾമി ഫ്ലാഷ് അല്ലെങ്കിൽ ഷസാമിൻ്റെ ൻ്റെ വ്ളോഗിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. സോ ദ തിങ്സ് യൂഷ്വലി ആർ റിയലി ഗുഡ്. കോൾഡ് ബ്രൂ എന്ന് വെച്ചാൽ ഇത് കുറച്ച് ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും കോൾഡ് ബ്രൂവിന്. യെസ്, ഐ ആം എ കോഫി ഫാൻ, ബട്ട് കോഫി തന്നെ പല കാര്യങ്ങളിൽ ഫാൻ ആവാം. ഐ ആം മോർ ഇൻ ടു ക്യാപ്പുച്ചിനോസ്, ലാറ്റേസ് ആൻഡ് അതർ തിങ്സ് ലൈക്ക് ദാറ്റ്, നോട്ട് മോർ ഇൻ ടു എസ്പ്രസോ. സോ കോൾഡ് ബ്രൂ ഇഷ്ടമൊക്കെയാണ്, ബട്ട് അത്ര ഇഷ്ടമല്ല. ഇവിടെ നിന്ന് ആലുവയിൽ നിന്ന് കൊച്ചി വരെ പോയി കുടിക്കാനുള്ള അത്ര ഇഷ്ടമില്ല. സോ വിൽ ജസ്റ്റ് ഗോ ദർ ആൻഡ് സീ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഫുഡ് ഐറ്റം ആയിട്ട് ഞാനൊന്നും മേടിക്കില്ല എന്നൊരു നിഗമനത്തിൽ പോകുന്നു, കാരണം പാപ്പരാണ്. ബട്ട് ദാറ്റ് ഈസ് ദി ഇനീഷ്യൽ പ്ലാൻ റൈറ്റ് നൗ. സോ ഈ 50 mm ഇത്രയും ഞാൻ ആവേശം കൊടുക്കുന്നത് അവിടെ ചെന്നിട്ട് പറ്റുവാണെങ്കിൽ പ്രൊഡക്റ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ ഫുഡ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ നല്ല ലെൻസാണ്. നമ്മളൊരു ഫുൾ ഫ്രെയിം ക്യാമറയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോ ലൈറ്റും അടിപൊളിയാണ് ഈ ക്യാമറയുടെ. സോ ആ ഒരു ഉദ്ദേശം വെച്ചാണ് ഇപ്പോൾ പോകുന്നത്. പെട്രോൾ ഉണ്ടോ? ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പനമ്പള്ളിയിലെത്തി. കഫേക്കാനയുടെ ഫ്രണ്ടിലുണ്ട്. സോ കഫേക്കാന ഓപ്പൺ ആണോ എന്നറിയില്ല. അതെ, ഓപ്പൺ ആണ്. അവിടെ വർക്ക് എന്തൊക്കെ നടക്കുന്നുണ്ട്. ഒരാൾക്ക് ഇരിക്കാനായിട്ടുള്ള സ്പേസ്. ഓക്കെ, സോ നമ്മൾ കഫേക്കാനയിലെത്തി. കഫേക്കാനയുടെ മെനു ജസ്റ്റ് ഒന്ന് നോക്കാം. ആൻഡ് എസ്തെറ്റിക്കലി ദിസ് പ്ലേസ് ഇസ് ബ്യൂട്ടിഫുൾ. എസ്തെറ്റിക്കലി അടിപൊളിയാണ്. ഇതിലേക്ക് നിറയാം. ജസ്റ്റ് ഗോ ത്രൂ ദി മെനു. ഓക്കെ, സോ ഇതൊക്കെ കോഫി ഉണ്ടാക്കുന്ന രീതിയാണ്. സോ സൈഫൺ കോഫി ഓരോ ടൈപ്പാണ്. ഫ്രഞ്ച് പ്രസ്സാണ് ഞാൻ കുടിച്ചിട്ടുള്ളത്. സോ ലെറ്റ്സ് സീ ദി അതർ വൺസ് ആസ് വെൽ. ഐസ് പോർ ഓവർ, കോൾഡ് ഡ്രിപ്പ്, കോൾഡ് ബ്രൂ. സോ റെഗുലർ ആൻഡ് ലാർജ് ഉണ്ട്. ഹോട്ട് മിൽക്ക് ക്യാപ്പുച്ചിനോ, കഫേ ലാറ്റെ ഉണ്ട്, റെഗുലർ ആൻഡ് ആൽമണ്ട് മിൽക്ക്, ഫ്ലാറ്റ് വൈറ്റ് നോർമൽ കോഫി പോലെ. സോ ഇറ്റ്സ് ഓൾസോ മെൻഷനിങ് ഹൗ ലൈക്ക് യു ക്യാൻ ഫോക്കസ് ചെയ്യാം എന്തൊക്കെയാണ് അതിൻ്റെ മിക്സ്ചർ. ലൈക്ക് എക്സ്പ്രസ്സോ ആണെങ്കിൽ കോഫി മാത്രം, എക്സ്പ്രസ്സോ മാക്കിയാട്ടോ ആണെങ്കിൽ ക്രീം, അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായൊരു സൈനും കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് റിയലി ഗുഡ് ടു സീ. ഫ്രഞ്ച് വാനില. ഓക്കെ, ദീസ് ആർ ലൈക്ക് ഓൾ കോഫീസ് ആൻഡ് ഫ്രാപ്പേസ്. ആൻഡ് ഇതിനകത്ത് ആഡ് ഓൺസ് ചേർക്കാൻ പറ്റും നമുക്ക്. സോ ഇറ്റ്സ് റിയലി ഗുഡ്. സൂപ്പ്, ബേസിൽ ഇൻഫ്യൂസ്ഡ് ആൻഡ് വൈൽഡ് മഷ്റൂം. ക്രീം ആണ്, അതുകൊണ്ട് എനിക്കത് കുടിക്കാൻ പറ്റില്ല. ബേസിൽ ഇൻഫ്യൂസ്ഡ് ഓവൻ റോസ്റ്റഡ് ടൊമാറ്റോ സൂപ്പ്, ഇത് മാത്രമേ കുടിക്കാൻ പറ്റും തോന്നുന്നു. ടോസ്റ്റ്. ഫുഡ് ഇറ്റ്സ് എ ബിറ്റ് മോർ എക്സ്പെൻസീവ്. ബാർബക്യൂ വിങ്സ്, ഫ്രൈസ്. So we have the mushroom burger, which will have some cheese. Okay, so there's a lot of items here, like pastas, steak. So I'm not going to go through anything heavy. Okay, so we'll be trying the coffee, cappuccino with oat milk, regular. We'll also try the lot of the wings, peri peri, lot of the wings in the 360. And let's see for the fries, peri peri spice fries umbaraya. So I'm hoping nothing else is there. Okay, so we got the cappuccino and it looks really pretty. So you can see that the layers are there. Small artwork aanengilum it looks really good. So ivada DSLR photography is not allowed, so we'll just do it with the phone. So we'll just try this cappuccino now. So brown sugar and regular sugar and Demerara sugar. So we'll just try with Demerara sugar. Just mix it up. നല്ലൊരു ആർട്ട് വർക്ക് കളഞ്ഞതിന് നല്ലൊരു വിഷമമുണ്ട്, ബട്ട് വി ഹാവ് ടു. ഓട്ട് മിൽക്കിൻ്റെ സ്മെല്ലുണ്ട്, ബട്ട് കോഫിയുടെയും നല്ലൊരു ഇതുണ്ട്. സോ ടിപ്പിക്കലി ഓട്ട് മിൽക്കിൻ്റെ നമ്മൾ എന്ത് കുടിച്ചാലും ആ ഓട്ട് മിൽക്കിൻ്റെ ടേസ്റ്റിനുണ്ടാവും. ബട്ട് ഹിയർ ഓട്ട് മിൽക്കിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല.
ഇറ്റ്സ് ഓൾമോസ്റ്റ് പ്യുവർ കോഫിയുടെ ടേസ്റ്റാണ്. ഇവൻ മിൽക്കിൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ല ബിക്കോസ് ദ കോഫി ഈസ് റിയലി ഗുഡ്. യാ, യു ക്യാൻ ഡെഫിനറ്റ്ലി എൻജോയ് ദിസ്. ഒരു ചിൽ വൈബാണ് ഇവിടെ. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ടേക്ക് യുവർ ടൈം, ചിൽ, ഹാവ് ദാറ്റ് ടൈം ഹിയർ. Yeah, it's really, really good. And the glass is really good too. I really like the glass. So, ഇതിൻ്റെ ഇടയിൽ DSLR ഫോട്ടോ എടുക്കാൻ നോക്കി, ബട്ട് ദേ സെഡ് നോ, സോ വി ഹാവ് ടു കീപ്പ് ഇറ്റ് ബാക്ക്. ബട്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ വി ക്യാൻ പ്ലഗ് ഇറ്റ് ഇൻ. ഇവിടെ ചാർജർ ഉണ്ട്, അപ്പോൾ ചാർജറിൽ ഇപ്പോൾ പ്ലഗ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് പാർട്ട്. ബട്ട് DSLR വ്ളോഗ് ചെയ്ത് കഴിയുമ്പോഴുള്ള എനിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴുള്ളൊരു മെയിൻ പ്രശ്നം ഇതാണ്. നമ്മൾ എന്തെങ്കിലും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ വരും. ബട്ട് 50mm ഒന്ന് രണ്ട് പിക്ക് എടുത്തിട്ടുണ്ട്. വിൽ ഡെഫിനറ്റ്ലി ഷോ ദാറ്റ് വൺസ് എല്ലാ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. സോ വി ഹാവ് ദ പെരി പെരി ഫ്രൈസ്, വി ഹാവ് ദ ബാർബക്യൂ വിങ്സ് ആൻഡ് സം സാലഡ് ആൻഡ് ഓൾസോ അവർ കോഫി. ഇറ്റ്സ് സ്റ്റിൽ വാം നൗ. സോ യു ക്യാൻ സീ നല്ല ക്രീമി ടെക്സ്ചറാണ്. ആ ലൈറ്റിൻ്റെ അകത്ത് ഇറ്റ് ലുക്സ് സോ ഗുഡ്. So we'll start with the fries as always. Fries are the main സാധനം. And we get tomato ketchup as well as mayo. So we get 2 dips here. So let's try this out. Okay. നല്ല പെരി പെരി ഫ്ലേവർ ഉണ്ട്. It's really spiced. Crispy ആണ്, salted perfectly. Crispy outside and the soft inside. Our texture is really good. So this is the wings. It's still hot. We have some salads here. So healthy ആവാനുള്ള ഒരു ഇതൊക്കെ തന്നെ. Mayo with tomato, I guess. Tomato, it's steaming hot. By the way. So let's try this out. I'm not using any dip. Normal item try it. Oh, it's really hot. Oh my god. That's so good. It's really good. Chicken is really, really soft. It's like borderline perfectly cooked എന്നുള്ള രീതിയിലാണ്. The flavor is really good as well. It's ആ ബാർബിക്യൂവിനെക്കാട്ടും കൂടുതൽ ആ സോസിൻ്റെ ഫ്ലേവർ ഉണ്ട്. ആൻഡ് മീറ്റ് കുറവാണ് ഇൻ ദ പീസസ്, ബട്ട് ഇറ്റ്സ് ഗുഡ്. ആൻഡ് ഇത് പെർഫെക്റ്റ്ലി മാച്ചാണ് സാലഡ് തന്നേക്കുന്നത്, ബിക്കോസ് ദ സോസ് ഇസ് റിയലി ഓവർ പവറിങ്. What I mean is just have one bite of this and you are back. The palate inside, palate is really clean now. So if you take a next bite of this, പുറത്താണ് ഫ്ലേവർ, ലൈക്ക് ഉള്ളിലോട്ടൊന്നും പെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ഉള്ളിൽ ഇറ്റ്സ് സ്റ്റിൽ വൈറ്റ് മീറ്റ്, ബട്ട് ഔട്ട്സൈഡിൽ ആ ഒരു ലെയർ ഇറ്റ്സ് നോട്ട് ക്രിസ്പി, ഇറ്റ്സ് കൈൻഡ് ഓഫ് സോഗി, കാരണം ആ സോസിനകത്ത് മാരിനേറ്റ് ആയി നിൽക്കുന്നതിൻ്റെ. ബട്ട് ടേസ്റ്റ് ഇസ് റിയലി ഗുഡ്. ആൻഡ് വിത്ത് ദാറ്റ് കോഫി and the fries and this, it's a perfect combo. Everything looks good, everything looks clean and high quality ingredients are all. I don't feel like they cheaped out or anything. And so I'll finish this and I'll come back. Complete vibe ചെയ്തിട്ടുണ്ട്. കുറച്ച് കോഫിയും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ, ബട്ട് complete vibe. Because it was good, it was really good. വിങ്സ് ഒന്നും പറയാനില്ല, ഞാൻ ഒറ്റയടിക്കുക വിങ്സ് ഫുള്ള് തീർത്തു. ഫ്രൈസ് വാസ് ഓൾസോ ഗുഡ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. സോ ദാറ്റ് വാസ് ഡൺ. നൗ ഇറ്റ്സ് ജസ്റ്റ് ദ കോഫി. സോ പതിയെ സിപ്പൊക്കെ ചെയ്ത് ഇതിന് ഫുഡ് ഒന്നും പറയാനില്ല. ഇന്നത്തെ പോലെ വണ്ടിയിൽ നിന്ന് റിവ്യൂ ബാക്കി പറയാം, ബട്ട് മാൻ മറ്റേ സാലഡ് പോലും ഇല്ല, സാലഡ് വരെ വൈപ്പ് ചെയ്തു. ലൈക്ക് സാലഡ് പോലും ബാക്കിയില്ല. ഇറ്റ് വാസ് ദാറ്റ് ഗുഡ്. സോ ഇതൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട്
വണ്ടി ഇരുന്നിട്ട് ബാക്കി റിവ്യൂ പറയാം. ഓക്കെ സോ ഇന്നത്തെ ടാസ്കുകളിൽ ലെൻസിൻ്റെ ഇത് കിട്ടി. കഫിക്കാനായിരുന്നു ആൻഡ് ദാറ്റ്സ് ഓൾസോ ഡൺ. നൗ ഇറ്റ്സ് ജസ്റ്റ് എഡിറ്റിംഗ് ദ വ്ളോഗ്. അത് രാത്രിയിലാണ്. ബട്ട് യാ വി ഗെറ്റ് ദീസ് 2 things done. സോ ഗ്രേറ്റ് പ്രൊഡക്റ്റീവ് ഡേ ആൻഡ് യാ. The bill, oatmeal cappuccino, barbecue wings and fries. Hey. Yeah, vlog. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കോൾമി ഫാഷനൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു. യാ തേർഡ് vlog. Yeah, happened. Yeah. And food അടിപൊളിയാട്ടോ. Yeah. Okay. Yeah, it's really great. How to tip? What should I do to tip for them? Like I can pay extra. Card അല്ലെങ്കിൽ Google Pay ആയാലും മതി. സ്കാൻ ചെയ്യാം. ഓക്കെ സോ ഇവിടെ നിന്ന് കോഫിയും കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് ഈസിലി ഗിവിങ് മീ ഹൗ കോഫി വർക്ക്സ്, ഓൾ ദ ബ്ലെൻഡ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഞാൻ ആകെ കാപ്പി സ്ട്രീറ്റിലത്തെ കോഫി അത് ട്രൈ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ദേ ടോട്ട് മീ ലോട്ട് ഓഫ് തിങ്സ്. ബട്ട് ഇവിടെ ഇറ്റ് വാസ് ലൈക്ക് എ മാസ്റ്റർ ക്ലാസ്. സോ വി ആർ ജസ്റ്റ് ട്രൈങ് സം ലൈക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ. നെക്സ്റ്റ് ടൈം ഐ വിൽ ട്രൈ ടു ബൈ ദി കോഴ്സ് ബീൻസ് വിച്ച് എക്സ്പ്രസോ മെഷീനിൽ അല്ലെങ്കിൽ അതിനകത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന. സോ റൈറ്റ് നൗ ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, ഇത് കുറച്ച് സൂംഡിനാണെന്ന് അറിയാം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ദേ വൈറ്റിലെത്താറായി. ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ലൈക്ക് യെസ്റ്റർഡേ, എക്സാക്ട്ലി ലൈക്ക് യെസ്റ്റർഡേ, പനമ്പള്ളി നഗറിലെ അടുത്ത റെസ്റ്റോറൻറ്റ് ജസ്റ്റ് ഷോഡ് മീ ലൈക്ക് സർവീസ് മാറ്റേഴ്സ്. പോലെ സർവീസ് മാറ്റർ എന്നുള്ളൊരു കാര്യം വീണ്ടും വീണ്ടും പനമ്പള്ളി റെസ്റ്റോറൻറ്റ്സ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അഗെയിൻ ദ പ്ലേസ് ഈസ് എക്സ്പെൻസീവ്. ഞാൻ ഒരിക്കലും അത് പറയില്ല, പ്ലേസ് ഈസ് എക്സ്പെൻസീവ്. ഇപ്പോൾ കാപ്പി സ്ട്രീറ്റിൽ പോവുകയാണെങ്കിൽ ദ ഓട്ട്മിൽ ക്യാപ്പുച്ചിനോ ഇറ്റ്സ് ലൈക്ക് 180, 170. ഹിയർ ഇറ്റ്സ് 200. ഒരു 30 rupees ഡിഫറൻസ് ഉണ്ട്. ബട്ട് മൈ ഗോഡ് ദേ വർ സോ ഫ്രണ്ട്ലി. എങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറേ സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. ബട്ട് റയർലി ഡു ഐ ഗെറ്റ് സർവീസ് ലൈക്ക് ദിസ്. ഞാൻ ക്യാമറ യൂസ് ചെയ്യണ കണ്ടപ്പോൾ എന്നോട് ആദ്യം DSLR യൂസ് ചെയ്യരുത്, പെർമിഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. കാരണം ലുലുവിലാണെങ്കിലും അവിടെ ആണെങ്കിലും വി കാൺട്ട് യൂസ് ദ DSLR. നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ എടുക്കണം, അതിനുള്ള സാധനങ്ങളൊക്കെ ചെയ്യണം. അത് പ്രോപ്പർ ഫോർമാലിറ്റിയാണ്. ഐ ഡോണ്ട് ഗോ എഗെയിൻസ്റ്റ് ഇറ്റ്. ബട്ട് ഞാൻ ഫോൺ എടുത്ത് വ്ളോഗ് ചെയ്യണ കണ്ടപ്പോൾ തന്നെ അവിടെ ഇപ്പോൾ കോഫിയുടെ ആ ഒരു സീക്വൻസി കണ്ട പുള്ളി ഹീ ജസ്റ്റ് സെഡ്, ഏയ് വ്ളോഗറാണോ? യെസ്, ട്രൈ ചെയ്യുവാണ്, 3rd day ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ഒരു ബയസില്ല, ഒന്നുമില്ല. ഹീ ജസ്റ്റ് സോ മീ ആസ് എ ക്രിയേറ്റർ ആൻഡ് എൻ്റെ അടുത്ത് വന്നിട്ട്, ഡ്യൂഡ് ഡോണ്ട് സ്റ്റോപ്പ്, ട്രൈ, ഫെയിൽ ആവുക എന്താണെങ്കിലും ആയിക്കോട്ടെ, ബട്ട് ട്രൈ. അത് തന്നെയാണ് അവിടെ ഉള്ളവരും പറഞ്ഞത്. ആലോചിച്ച് നോക്ക്, ഞാൻ അവിടെ ബില്ലടിക്കുന്ന സമയത്ത് ദേ ജസ്റ്റ് ആസ്ക് മീ പേജിൻ്റെ പേരെന്താ. ഞാൻ എൻ്റെ പേര് തന്നെയാണ്. ഹീ സെർച്ച്ഡ് ഇറ്റ്, ഫൗണ്ട് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ്ഡ്. ലൈക്ക് ഹൗ? ദാറ്റ്സ് ദ ഫസ്റ്റ് ടൈം എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുവാണെന്ന് പറയണേ. ആൻഡ് ദ സപ്പോർട്ട് ദേ ആർ ഗിവിങ്. എനിക്ക് ലൈക്ക് ദേ ആർ സീയിങ് മോർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, കോൺമിറ്റാഷിൻ്റെ സ്ഥിരം സ്ഥലമാണ്, ഷസാമിൻ്റെ സ്ഥിരം സ്ഥലമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കാണുന്നുണ്ട്, ഇവരുടെ ഉള്ളിൽ ആ ഒരു പാഷൻ ഉണ്ട്. ഐ ക്യാൻ സീ ദാറ്റ്. എന്ന് വെച്ചാൽ ഇപ്പം കോഫിയുടെ സീക്വൻസ് ഞാൻ എടുത്ത സമയത്ത് ഐ വാസ് ടോക്കിംഗ് ടു ഹിം ആൻഡ് ഹീ അണ്ടർസ്റ്റുഡ് ലൈക്ക് കോഫി എന്താണ്, കോഫിയോടുള്ള പാഷൻ, അതെല്ലാവരുടെ ഉള്ളിൽ നിന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് കഫേക്കാന യു ഷുഡ് സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ.
യു ഷുഡ് ഡെഫിനറ്റ്ലി ലൈക്ക് ആ കോഫീനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇടണം. കാരണം ഐ ക്യാൻ സീ ആ പേഴ്സൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ആ പേഴ്സൺ ക്യാമറ ഷൈ അല്ലെങ്കിൽ ഐ ക്യാൻ സീ ദാറ്റ് ഹി ക്യാൻ ഡു ഗ്രേറ്റ് തിങ്സ് വിത്ത് ഇറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദാറ്റ്. ക്രിയേറ്റേഴ്സ് എല്ലാവരും കഫേക്കാനിലോട്ട് പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ദിസ് ഈസ് എ റിയലി ഗുഡ് കഫേ. I really love what you guys are doing. You guys are supporting each other, supporting new content like mine. I'm not guaranteeing you that it's going to be a great sequence or something like that, but I'll try my best to do it as good as possible. But thank you. Like, thank you for hosting me. Thank you for giving me that service and our motivation. It really helps me. Like, I don't know. എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് when someone actually says, like, I don't know how to say it, how to verbalize it, but when someone actually supports you, someone actually wants to see you be successful, be who you are and try their best every day, അതിന് മോട്ടിവേഷൻ തരുന്ന കാണുമ്പോൾ ഈവൻ മൈ ഫ്രണ്ട്സ്, ഞാൻ ഇൻസ്റ്റയിലും എല്ലായിടത്തും സ്റ്റോറി വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അവരൊക്കെ കണ്ടിന്യൂ വിത്ത് ദിസ് ഇസ് റിയലി ഗുഡ്. അവർ ഫുൾ വീഡിയോ ഇരുന്ന് കാണുന്നു, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ പറയുന്നു. ലൈക്ക് എടാ തംബ്നെയിൽ മാറ്റം. I love that. Like they want me to be happy. They want me to do things like this. So thank you Cafecana. I'm really appreciating of it. And again, definitely I'll be back there. ഒന്നും ഇല്ലെങ്കിലും ആ ഓട്ട് മിൽക്ക് കോഫിക്കെങ്കിലും ഞാൻ തിരിച്ചു വരും. It was good. And കെബി, നമുക്ക് എന്തായാലും ഒന്നും കൂടെ പോകണം അവിടെ. It's that good. Wow. So that was the day. It was good. ഞാൻ ഉദ്ദേശിച്ച 1-2 കാര്യങ്ങൾ നടന്നു. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ലെൻസ് കിട്ടി. ലെൻസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് കഫേക്കാന. ഞാൻ പോണോ വേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് പോയത് എന്തായാലും നന്നായി എന്നെനിക്കിപ്പോൾ നല്ലോണം തോന്നുന്നുണ്ട്. സോ വിൽ ഡെഫിനറ്റ്ലി ബി ബാക്ക്. പനമ്പള്ളി, യു ഗൈസ് ആർ ഗ്രേറ്റ്. ഇപ്പോഴും അവിടെ തിരക്കാണ്, അത് വേറെ കാര്യം കേട്ടോ. പനമ്പള്ളിയിൽ തിരക്ക് എൻ്റെ അമ്മോ സമ്മതിക്കണം. ഞങ്ങൾ എപ്പോൾ പോയാലും ഞങ്ങൾ ഷീഫു മോമോസ് ഇല്ലേ, നമ്മുടെ കൊച്ചിയിൽ മോമോസ് കൊണ്ടുവന്നവർ, അവിടെ ഒരു ദിവസം ഉച്ചയ്ക്ക് പോയപ്പോൾ ക്യൂ, വൈകുന്നേരം പോയ ക്യൂ, ദിപ്പ ക്യൂ, രാത്രി ഇപ്പം എത്ര മണിയായി, 9 മണിയാവാറായി, ക്യൂവാ. സോ യാ, ഫുഡ് കൾച്ചറിൻ്റെ കാര്യത്തിൽ പനമ്പള്ളി ഈസ് കൈൻഡ് ഓഫ് അൺബീറ്റൻ റൈറ്റ് നൗ. ബട്ട് യാ, ഇറ്റ്സ് ഗുഡ്. സോ ടുമാറോ എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാൻ ഉണ്ട്. അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, കാരണം ഇറ്റ്സ് നോട്ട് കൺഫേംഡ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് കൺഫേംഡ് യെറ്റ്. ഒരു മേക്കിംഗ് സ്റ്റേജിലാണ്. അത് നടന്നില്ലെങ്കിൽ ബാക്കപ്പായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയും. അത് മിക്കവാറും വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും, പുറത്തോട്ടൊന്നും ഇറങ്ങണ്ടാവില്ല. ബട്ട് യാ, ടുമാറോ ഇസ് തേഴ്സ്ഡേ. സോ വർക്ക് ഉണ്ട്, 5 മണി 6 മണി വരെ വർക്ക് ഉണ്ട്. After that, I'll definitely try to shoot something, make something. ഈ സീക്വൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന രാവിലെ 8 മണിക്കാണ്. ഈ 8 മണി മാറ്റി വൈകുന്നേരത്തേക്ക് ആക്കിയാലോ എന്നൊരു ആലോചന ഉണ്ട്. എന്ന് വെച്ചാൽ വർക്കിൻ്റെ ഇടയിൽ ഞാൻ ലഞ്ച് ബ്രേക്ക് ആ സമയത്തൊക്കെ എനിക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ഇപ്പോൾ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ഫുട്ടേജൊക്കെ ഇൻജസ്റ്റ് ചെയ്ത് ഒരു 2-3 hours ഞാൻ ആദ്യം കുറച്ച് റെസ്റ്റ് എടുക്കും. എന്നിട്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ വർക്ക് കഴിഞ്ഞ് അപ്പം തന്നെ കുളിച്ച് അപ്പം തന്നെ ഇറങ്ങി ഓടുക, ലൈക്ക് വ്ളോഗ് ചെയ്യാനായിട്ട്. സോ ഐ വിൽ ഗോ ദർ, ഐ വിൽ ടേക്ക് സം റെസ്റ്റ് ആൻഡ് ദെൻ വി ക്യാൻ ഡിസൈഡ് ഓൺ വെൻ ടു എഡിറ്റ് ഇറ്റ്. അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ ആണെങ്കിൽ ഒരു രാത്രി 1 മണിക്ക് എഡിറ്റിംഗ് തുടങ്ങി, രാവിലെ 4 മണി 5 മണിയായപ്പോഴാണ് തീർന്നത്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ അധികം ഒന്നും അറിഞ്ഞുകൂടാ. സോ ഇറ്റ് ടേക്ക് സം ടൈം. അതിൻ്റെയാണ്, അല്ലാതെ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കണം എന്നല്ല. ബട്ട് യാ, ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. എന്നിട്ട് 5 മണിയാകുമ്പോൾ കിടന്നുറങ്ങും, 8 മണിയാകുമ്പോൾ എഴുന്നേക്കും, പണിക്ക് കയറും. അവർ 3 മണിക്കൂർ ഉറക്കമുള്ളൂ. ബട്ട് അത് ഇന്ന് പറ്റുവാണെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇന്നിപ്പോൾ 9 മണി, ഞാൻ വീട്ടിലെത്തുമ്പോൾ ഒരു 9:30 9:45, ഒരു 10 മണി തൊട്ട് ഒരു 1 മണി വരെ എഡിറ്റ് ചെയ്ത് ആ കോഫി സീക്വൻസിനായിരിക്കും കൂടുതൽ ടൈം എടുക്കുക. ഐ മൈറ്റ് നീഡ് ടു ഫൈൻഡ് സം മ്യൂസിക് കോപ്പിറൈറ്റ് ഇല്ലാത്തത് ആൻഡ് എഡിറ്റ് ഇറ്റ് ഇൻ എ പെർട്ടിക്കുലർ വേ. ബട്ട് യാ, എഡിറ്റൊക്കെ ചെയ്ത് ഒരു 1 മണിയാകുമ്പോൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നൊരു പ്ലാനിലാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ദ ലോങ്സ്റ്റ് വ്ളോഗ് ഐ ഗെസ്. ലോട്ട് ഓഫ് തിങ്സ് ടു സേ.
ബട്ട് ഐം ജസ്റ്റ് ഗോണ ഗോ ഹോം നൗ. ഇന്നത്തെ ഡേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും നടക്കുവാണെങ്കിൽ, ഇപ്പോൾ എഡിറ്റ്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ ഐ കം ബാക്ക്. ഗോട്ട് മൈ ഫേവറേറ്റ് ലെൻസ്. ഇനി ഇതിനെ വെച്ച് ഞാൻ കുറച്ച് എലസാൻ പോവുകയാണ്. വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. റെക്കോർഡിംഗ് അല്ലേ ആണ്. വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇത് 3rd എൻട്രി ആണ്. ഫസ്റ്റ് 2 എൻട്രീസ് വാസ് റിയലി ഗുഡ്. ഇറ്റ് ഫെൽറ്റ് ഗുഡ്. ഇങ്ങനെ സംസാരിക്കാനും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ഒറ്റയ്ക്കാണ് ഇപ്പോൾ ചെയ്യണത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് എ ഗുഡ് റിലീഫ് ഫോർ മീ. ഹോപ്പിംഗ് യു ഗൈസ് ആർ എൻജോയിങ് ഇറ്റ് ആസ് വെൽ. ഇനി നാളെ കാണാം. അതുവരെ ഗുഡ് നൈറ്റ്.